ഹലോ ഹലോ ബാബുജി, എന്തോയി? ഇതെവിടെയാണ്? ഞാൻ ഇവിടൊക്കെ തന്നെയുണ്ട്. എൻ്റെ അണക്കൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഉണ്ടാവണേ, എന്നാലല്ലേ ഞങ്ങാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഈ വിളിക്കണില്ല, മെസ്സേജ് അയക്കണില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഞാനൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോ. പിന്നെ അപ്പൊ അത്രക്ക് സ്നേഹത്തുണ്ട് മനസ്സില്. അങ്ങനെയല്ല, അപ്പൊ മനസ്സില് സ്നേഹം ഇല്ലേ? അതിൻ്റെ വെച്ച് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചത് എന്താന്ന് പറയാം. പിന്നെ വഴക്കാവണ്ട. എൻ്റെ സ്നേഹം കുറയുമ്പേ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. സ്നേഹം ഒന്നും പറയാറില്ല. എന്നെ ദേഷ്യം പിടിക്കുമ്പോഴാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കണം. അതുണ്ടാവുമല്ലോ. അതിപ്പോഴല്ലോ, സ്നേഹിക്കുന്ന കാലം തൊട്ടേ ഉള്ളതാ എൻ്റെ വാച്ചിക്ക്. ശരിക്കും എൻ്റെതായതുകൊണ്ടല്ലേ അന്നങ്ങ് അത്രയും ദേഷ്യം പിടിച്ചത് അല്ലേ? പിന്നെ ഒരു കാര്യം പറഞ്ഞാലേ ദേഷ്യപ്പെടും. എന്നാലും മാക്സിമം ശ്രമിക്കാം. ഒറ്റ കാര്യം എന്നോട് മാത്രം പറയാനുള്ള കാര്യം. ഞാനേ നാളെ രാവിലെ ആവുമ്പോ എൻ്റെ അടുത്ത് ശരിക്കും ആരോടും പറയുകയും വേണ്ട, ഈ വരെയും വേണ്ട വിളിക്കാൻ. ഞാൻ ഒരുപാട് മനസ്സിലിങ്ങനെ പിടിച്ചു നിർത്തിയ കാര്യമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് കൈവിട്ടു പോയി. എന്നോട് പറയാതെ വന്നാൽ അത് ശരിയാവില്ല, ഇതിൻ്റെ സ്വഭാവം മാറുമെന്ന് ഇങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഓവറായപ്പോൾ ഞാൻ എന്താക്കിയേ മാറ്റി പിടിച്ചതാണ്. നാളെ രാവിലെ അവിടെ എത്തിട്ടോ. എൻ്റെ സർപ്രൈസ് ആയിരിക്കും. അത് പൊളിഞ്ഞു. അതല്ല, പിന്നെ വരാണ്ടിരുന്നാല് ദേഷ്യം പിടിക്കും. എന്തായാലും എല്ലാം റെഡിയായി. ശരിക്കും ഞാൻ ഫോട്ടോ അയക്കണമെന്ന് വിചാരിച്ചതാ വെച്ച്. ഫോട്ടോ അയക്കാതെ? അപ്പൊ എനക്ക് തോന്നി എന്നെ അറിയിക്കാണ്ട് വരണം. പക്ഷെ അതും കൂടി പറ്റണില്ല ഇപ്പൊ. എന്താന്ന് വെച്ചാല്, ഞാൻ എപ്പോഴും കാണുന്ന ഒരു മുഖം എൻ്റെതല്ലേ. അപ്പൊ എന്നോട് പറയാണ്ടിരുന്ന വല്ലാത്ത കുറ്റബോധം. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എന്നോട് ഇതുവരെയായിട്ടൊന്നും പറയാണ്ടിരുന്നിട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? പിന്നെ ഒരു ഇങ്ങനെ അവിടെ പോയിട്ട് കറങ്ങാൻ പോയതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നീട്. പറഞ്ഞു. ഞാൻ കണ്ടുപിടിച്ചതിന്റെ ഏജില്ല പറഞ്ഞേ. അത് ഈ ചോദിക്കുന്ന കണക്കിരിക്കും. പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ വായിച്ച് പറയണ്ടേ? പോയ ടൈമില് കുറച്ച് കുരുത്തൊക്കെ കിടക്കണ്ടായിരുന്നു. എന്നാലും ഈ പറയില്ലേ, എന്നെ കൊണ്ടുപോകാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് കറങ്ങാൻ പോയില്ലേ? നിങ്ങളോട്ട് ഞാൻ മിണ്ടത്തില്ല. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലേ കോയി എന്നെ കൊണ്ടുപോകാണ്ടിരുന്നേ? ചോദിക്കും. അപ്പൊ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കണോ? കാക്കു നാളെ വന്നിട്ട് എനിക്ക് എല്ലാ സ്ഥലത്തും പോകണം. ആയിക്കോട്ടെ, കറങ്ങാൻ പോവാം. ആലോചിക്കാം. നടത്തി തന്നാ മതി. തീർച്ചയായിട്ടും. ഓക്കേ.